നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. പാനൂരിലെ പ്രശസ്തമായ കണ്ണോളിൽ കുടുംബാംഗങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചു. പുത്തലത്ത് കണ്ടി നാണു ഉദ്ഘാടനം നിർവഹിച്ചു. കല്യാണം ആരോഗ്യം ധനസമ്പദഃ ശുഭം ഗുരുത്വം കല്യാണം ആരോഗ്യം ധനസമ്പദഃ ശത്രുബുദ്ധി വിനാശായ ദീപജ്യോതിർനമോസ്തുതേ ദീപജ്യോതിർനമോസ്തുതേ ശുഭം ഗുരുത്വം കല്യാണം ആരോഗ്യം ധനസമ്പദഃ ദീപജ്യോതിർപരബ്രഹ്മ ദീപജ്യോതിർജനാർദ്ദനഃ ദീപജ്യോതിർപരബ്രഹ്മ ദീപജ്യോതിർജനാർദ്ദനഃ ദീപോ ഹർതു മേ പാപം സന്ധ്യാദീപ നമോസ്തുതേ ശുഭം ഗുരുത്വം കല്യാണം ആരോഗ്യം ധനസമ്പദഃ ശുഭം ഗുരുത്വം കല്യാണം ആരോഗ്യം ധനസമ്പദഃ. പാനൂരിലെ പ്രശസ്തമായ കണ്ണോളിൽ കുടുംബാംഗങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചു. എലാങ്കോട് നടന്ന കുടുംബ സംഗമം പുത്തലത്ത് കണ്ടി നാണു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മുൻഗാമികൾ നമുക്ക് കൈമാറിയിട്ടുള്ളത് കേവലം പേരല്ല, മറിച്ച് സ്നേഹം, സഹായ മനസ്കത, ധൈര്യം, എന്തിനേയും നേരിടുവാനുള്ള ധൈര്യം എന്നിവയാണ്. ഈ സംഘം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കാനും പുതിയ ഓർമ്മകൾ സൃഷ്ടിക്കാനുള്ള അവസരമാണ്. ഈ സന്തോഷ നിമിഷങ്ങൾ പരമാവധി ആസ്വദിച്ച് പഴയ ഓർമ്മകൾ പുതുക്കിയും ഭാവിയിലേക്കുള്ള സ്വപ്നങ്ങൾ പങ്കുവെച്ചും കുടുംബത്തിൻ്റെ ഐക്യവും സന്തോഷവും നിലനിർത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് ഈ സംഗമം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത് കെ നാണു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയുന്നത്. ഇതിൽ കഴിവുള്ളവരുണ്ടാകാം, കഴിവില്ലാത്തവരുണ്ടാകും. പക്ഷേ അതെല്ലാം നികത്തിയെടുത്താൽ നമ്മൾ സാധിക്കും. നമ്മളെ ഒരു കുടുംബാംഗം കിഡ്നി ഓപ്പറേഷന് വിധേയമായി കിടക്കുകയാണ്, എല്ലാം കഴിഞ്ഞിട്ട് കിടക്കുകയാണ്, സുഖം പ്രാപിച്ചു വരുന്നു. 20 ലക്ഷം രൂപയാണ് ചിലവായി. അതിൽ 1.25 ലക്ഷമാണ് നമ്മൾ സഹായിച്ചത്. സജീവൻ കണ്ണോളിൽ, കൊല്ലക്കൽ പുരുഷു, സുരേന്ദ്രൻ മാസ്റ്റർ, വി പി മോഹനൻ, ടി പി ബാബു, വി പി വസന്തകുമാരി, അനൂപ് കല്ലായി, ഉഷ പൊന്നത്ത്, സജീർ, സീന രാമപുരത്ത്, ശ്യാനു കണ്ണോളിൽ, പാറക്കണ്ടി അശോകൻ, കെ കെ വാസു, വെട്ടൂർക്കണ്ടി ശൈലജ, പ്രജിത്ത് പൊന്നത്ത്, കണ്ണോളിൽ അശോകൻ, വി പി നിഷ ചൊക്ലി, ശോഭ കണ്ണോളിൽ, സുനിത പുത്തലത്ത് കണ്ടി, നിള പൊന്നത്ത്, സുർജിത്ത് പൊന്നത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് പ്രദീപൻ ടി സ്വാഗതവും അമൽ കണ്ണോളിൽ നന്ദിയും പറഞ്ഞു. കുടുംബസംഗമത്തിന്റെ ഭാഗമായി പൂർവികരെ സ്മരിച്ചുകൊണ്ടുള്ള പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. മറ്റു കുടുംബങ്ങൾ അവരുടെ സ്മരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്മരണയ്ക്ക് മുമ്പിൽ നമ്മൾ പുഷ്പാർച്ചന നടത്തും. തുടർന്ന് പ്രായമുള്ളവരെ ആദരിക്കൽ, ഉന്നത വിജയം നേടിയ കുടുംബാംഗങ്ങളെ ആദരിക്കൽ, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, പുതിയതായി വിവാഹം കഴിഞ്ഞവർക്കുള്ള അനുമോദനവും ഉണ്ടായിരുന്നു. പുതിയതായി ജോലിയിൽ പ്രവേശിച്ചവർക്കുള്ള അനുമോദനവും നവാഗതർക്കുള്ള സ്വാഗതവും കുടുംബസംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സമഗ്ര ന്യൂസ് പാനൂർ.